ഹലോ ഗൈസ്, എലിസ് ആൻഡ് ജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ കാണുന്ന ഓരോരുത്തർക്കും അറിയാം, നമ്മുടെ ഈ ചാനലിനകത്ത് വരുന്ന കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഒന്നേ മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്, അല്ലെങ്കിൽ ട്രാവൽ വീഡിയോസ്. നമ്മളധികം ട്രാവൽ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ തുടക്കകാലത്ത് നമ്മൾ കുറച്ച് ഫിനാൻസ് റിലേറ്റഡ്, അതായത് ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ജസ്റ്റ് നമുക്ക് വേറെ അങ്ങനത്തെ കണ്ടൻറ്റുകളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഈ ചാനലിനകത്ത് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിനകത്താണെങ്കിലും അതേപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലൊക്കെ ആണെങ്കിലും പല ആളുകളും വന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് യൂറോപ്പിൽ എത്തിക്കാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ, എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോളാം, ഏത് ജോലിയാണെങ്കിലും ഏത് രീതിയിലുള്ള ജോലിയാണെങ്കിലും എത്ര ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ജോബാണെങ്കിലും ഞാൻ ചെയ്തോളാം, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും ഒന്ന് യൂറോപ്പിൽ എത്തിപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനലിൽ ഒത്തിരി പേര് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പം പലപ്പോഴും ഈ മെസ്സേജൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചോദിക്കുന്ന പല ആളുകൾക്കും നല്ല ഉയർന്ന ക്വാളിഫിക്കേഷനുള്ള, അതായത് MBAയും അതേപോലെ തന്നെ BTech MTech ഒക്കെ പഠിച്ച് നല്ല ജോലി നാട്ടിൽ ചെയ്യുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ എക്സ്പീരിയൻസ് കുറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ വന്നിട്ട് അവരുടെ ശരിക്കുള്ള വർത്ത് എന്താണെന്ന് മനസ്സിലാക്കാതെ എങ്ങനെയെങ്കിലും യൂറോപ്പിൽ അത് എന്ത് ജോലിയാണെങ്കിലും ചെയ്തോളാം, എങ്ങനെയെങ്കിലും എത്തിപ്പെട്ടാൽ മതി എന്നുള്ളൊരു ഒരു രീതിയിലുള്ള അത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നും. കാരണം അവരുടെ ശരിക്കുമുള്ള വർത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരൊരിക്കലും അങ്ങനെ ചോദിക്കത്തില്ല. കാരണം ഈ പറയുന്ന ഈ രാജ്യങ്ങളിലെല്ലാം ഇവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ഒത്തിരി ജോബ്സ് അവൈലബിളാണ്. സോ ഒന്ന് മെനക്കെടാൻ തയ്യാറായാൽ, ഒന്ന് അതിനുവേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മേഖലയിൽ തന്നെ ജോലി ചെയ്യാം. ഇപ്പം നാട്ടിൽ നല്ലൊരു ജോലി ചെയ്ത് നല്ലൊരു സാലറി മേടിക്കുന്ന ഒരാൾക്ക് ആ ജോലി തന്നെ നമുക്ക് പുറത്ത് പോയി ചെയ്യത്തില്ലേ? എന്തുകൊണ്ടാണ് അവിടെ പോയി പഴം പറിക്കുന്ന ജോലി, അല്ലെങ്കിൽ ക്ലീനിങ് ജോലി, ഇങ്ങനെയുള്ള ജോലി? ഇപ്പോൾ എല്ലാ ജോലിക്കും അതിൻ്റേതായ അന്തസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരി. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ അൺസ്കിൽഡ് ജോബിന് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് എത്തിപ്പെടുത്തിയാൽ മതി, ഞാൻ അവിടെ എന്ത് വേണമെങ്കിലും ചെയ്തോളാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ഇവർ വരുന്നത്? ഇവർക്ക് കറൻ്റ്ലി കിട്ടിയിരിക്കുന്ന ഇവരുടെ ലൈഫിൽ ഇവർ സാറ്റിസ്ഫൈഡ് അല്ലേ? ശരിക്കും അത്യാവശ്യം നാട്ടിൽ നല്ല സാലറിയുള്ള 60, 70, 80, 1 lakh സാലറിയുള്ള ആളുകളാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയുമ്പോഴാണ് നമുക്കതിനകത്തെ ശരിക്കും അവർ നാട്ടിലും അത്യാവശ്യം നല്ലൊരു ലിവിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന, നല്ലൊരു രീതി ജീവിച്ചു പോകുന്ന ആളുകളാണ്. നമ്മൾ മാസം ഒരു 50,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപ സാലറി മേടിക്കുന്ന ഒരാൾ പോലും വേണ്ട രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നുള്ള ഒരു സാഹചര്യത്തിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ പ്രിവിലേജസും വലിച്ചെറിഞ്ഞിട്ട് അവരിങ്ങനെ ഈ നാട് വിട്ട് ഒരു അൺസ്കിൽഡ് ജോബ് ചെയ്യാൻ വേണ്ടി പോകുന്നതിനകത്ത് എന്താണ് അർത്ഥം? ഇതിനകത്ത് ശരിക്കും അവരെന്താണ് നേടുന്നത്? സോ അങ്ങനെയുള്ള ഈ ഒരു ടൈപ്പ് ഓഫ് ചിന്താഗതി കൊണ്ട് തന്നെയാണ് നാട്ടിലുള്ള എല്ലാ ഏജൻസികളെയും നമുക്ക് കുറ്റം പറയത്തില്ല, പക്ഷേ ഒത്തിരി സ്കാമേഴ്സ് ഉണ്ട് നമ്മുടെ ചുറ്റും. ഇങ്ങനെയുള്ള ആളുകളെയാണ് എങ്ങനെയും എത്തിപ്പെടണം, എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോളാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളെ, ഇപ്പം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഓക്കെ ശരി, അവർക്ക് ചിലപ്പോൾ ഇത് നമുക്ക് അങ്ങനെ അവിടെ ചെന്നൊരു ജോബ് കണ്ടെത്തി തുടക്കത്തിൽ ഒരു അൺസ്കിൽഡ് ജോബ് ചെയ്തിട്ടായിരിക്കാം പിന്നീട് ഒരു സ്കിൽഡ് ജോബിലേക്ക് മാറാൻ പറ്റുന്നത്. പക്ഷേ അതിനകത്ത് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. കാരണം നമ്മൾ തുടക്കത്തിൽ നമുക്കിപ്പം ഒരു കരിയർ ബ്രേക്ക്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ബ്രേക്ക് വന്നാൽ പോലും പലയിടത്തും പല കമ്പനീസ് ഹയർ ചെയ്യാൻ മടിക്കുന്ന ഒരു കാലമാണിത്. അത്യാവശ്യം ഒരു കമ്പനി വർക്ക് ചെയ്തിട്ട് അടുത്ത കമ്പനിയിലേക്ക് പോകുന്നിടത്ത് ഒരു 1 year ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാവുന്ന ഒരു കാലത്താണ് നമ്മുടെ വിലയേറിയ സമയവും. നമ്മൾ ഇത്രയും അപ്പം പഠിച്ചത് എന്താ? നാട്ടിലൊരു BTech പഠിച്ചു, അല്ലെങ്കിൽ MTech പഠിച്ചു, അല്ലെങ്കിൽ MBA പഠിച്ചു, BBA പഠിച്ചു, ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെ ഉള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള എന്തിനാണ് അൺസ്കിൽഡ് ജോബ് ചെയ്യാൻ പോണേ? 1 വർഷം 2 വർഷം നാട്ടിൽ നിന്നൊരു എക്സ്പീരിയൻസ് സമ്പാദിച്ചിട്ട് നമുക്ക് ഒരു എക്സ്പീരിയൻസ്ഡ് കാറ്റഗറി ജോബ്സ് നോക്കിക്കൂടെ? നമുക്കെല്ലാവർക്കും അറിയാം, യൂറോപ്പോ കാനഡയോ ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കെല്ലാം നമ്മളൊരു ജോബ് നോക്കി പോകുമ്പോൾ ഏറ്റവും എളുപ്പം അവിടെ എത്തിപ്പെടാനായിട്ട് ഒരു സ്റ്റുഡൻറ്റ് വിസ എടുത്ത് പോകുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മൈഗ്രേഷൻ നോക്കി പോകുന്ന ആളുകൾ പലപ്പോഴും എടുക്കുന്നത്, ഇപ്പോൾ നാട്ടിൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, നല്ല ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, അവനവൻ്റെ സ്വന്തം ക്വാളിഫിക്കേഷൻസ് വിശ്വാസമുള്ള ആളുകൾ അവിടെയുള്ള കമ്പനികളിൽ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ സ്പോൺസർഷിപ്പ് കിട്ടുന്ന കമ്പനികളിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മളത് അങ്ങോട്ട് പോവുകയാണ്. സോ അവിടുന്ന് ഒരു ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു വിസ കിട്ടാൻ പിന്നെ വലിയ പാടൊന്നുമില്ല. സോ ആ രീതിയിലാണ് നോർമലി ആളുകൾ ചെയ്യുന്നത്. പക്ഷേ ചില ആളുകൾ അൺസ്കിൽഡ് ജോബ് മാത്രം ട്രൈ ചെയ്യുന്ന ആളുകളുണ്ട്. നാട്ടിൽ ബാങ്ക് മാനേജറായിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ബാങ്കിൽ ഒരു നല്ല ഉയർന്ന പൊസിഷനിലിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, മറ്റു മേഖലകളിൽ ഹെൽത്ത് കെയർ ആയിട്ടുള്ള ജോബ്സ് ചെയ്യുന്ന ആൾ, ഇങ്ങനെ എന്ന് വേണ്ട അത്യാവശ്യം നല്ല ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസും, ഈവൻ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് പലർക്കും ഉള്ളത്. അവരാണത് നശിപ്പിച്ച് കളഞ്ഞ് അത്രയും നാളും ചെയ്ത അവരുടെ സമയം, വിലപ്പെട്ട സമയം അവർ നേടിയെടുത്തിരിക്കുന്ന അവരുടെ സ്കിൽ സെറ്റ്, ക്വാളിഫിക്കേഷൻസ് എല്ലാം നശിപ്പിച്ചുകൊണ്ട് നമ്മളങ്ങനെ പോകുന്നതിനകത്ത് എന്താ അർത്ഥം?
നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കുള്ള വർത്ത് ആദ്യമേ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫിൻലൻഡിലേക്ക് പോകാൻ നോക്കുന്ന ആളുകൾക്ക് ഫിൻലൻഡിലെ സർട്ടിഫൈഡ് എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ ജോബ് സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന കമ്പനീസിനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്തൊരു ജോബ് ഓഫർ കിട്ടിയാൽ പോകത്തില്ലേ? അതേപോലെ തന്നെ ന്യൂസിലൻഡിൽ പോകുന്ന ആളുകൾക്ക് അതായത് സീക്ക് എന്ന് പറയുന്നൊരു ഒരു വെബ്സൈറ്റ് ഉണ്ട്. സോ ആ വെബ്സൈറ്റ് ജോബ് പോർട്ടലാണ്. അതിനകത്ത് തന്നെ ഒത്തിരി ജോബ്സ്, അതായത് സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന അങ്ങോട്ട് ആളുകളെ എടുക്കാനായിട്ട് ആ ഒരു പെർമിഷൻ ഉള്ള കമ്പനീസിൻ്റെ പോസ്റ്റിംഗ് വരുന്നുണ്ട്, ജോബ് പോസ്റ്റിംഗ്. അതൊക്കെ അപ്ലൈ ചെയ്ത് പോയിക്കൂടെ പോകാൻ ആഗ്രഹമുള്ള ആളുകൾക്ക്? എന്തുകൊണ്ടാണ് എല്ലാവരും ഈ അൺസ്കിൽഡ്? അതേപോലെ തന്നെ പലയിടത്തും കേൾക്കാം ഈ ഏജൻസികൾ പഴം പറിക്കുന്ന ജോബ്സ്, അതായത് ഫ്രൂട്ട് പിക്കിംഗ് ജോബ്സ്, അതേപോലെ തന്നെ അവിടെ പോയിട്ട് കൃഷി ചെയ്യാം, ഇങ്ങനെയുള്ള ഫാമിലേക്കുള്ള ജോബ്സ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പോസ്റ്റിംഗ് വരുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ വരുന്ന ജോബ്സ് എല്ലാം സീസണൽ വർക്ക് കാറ്റഗറി പെടുന്ന ജോബ്സുകളാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിന് ഒരു കാലാവധി ഉണ്ട്, 6 മാസം 9 മാസമൊക്കെയാണ് ഇത് നോർമലി വരുന്ന കാലാവധി. അപ്പോൾ നിങ്ങൾ 6 മാസത്തെ ഒരു വിസയ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നത്? സോ ഈ 6 മാസത്തെ കാലാവധിക്ക് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 6 മാസത്തേക്ക് ജോബ് കാണും. 6 മാസം കഴിയുമ്പോൾ ആ വിസയുടെ കാലാവധി കഴിയുമ്പോഴത്തേനും നമ്മൾ നാട്ടിൽ തിരിച്ചു പോകണം. സോ അതുകൊണ്ട് എന്ത് നേടുന്നു? നമ്മളൊരു ഇത്രയും നാൾ അവിടെ നിന്നാൽ മാത്രമാണ് നമുക്കൊരു PR സ്റ്റാറ്റസിലേക്കും ഒരു സിറ്റിസൺഷിപ്പിലേക്കും ഒക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അത് നല്ലൊരു ഉയർന്ന ജോബിൽ ഇരുന്ന് നമുക്ക് അതിനുള്ള അവിടുത്തെ ജീവിക്കാനുള്ള ലിവിങ് സ്റ്റാൻഡേർഡിനുള്ള സാലറി ഉണ്ട്, നമുക്ക് അതിന് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റുമെന്ന് ആ ഗവൺമെൻറ്റിന് തോന്നണം. എന്നാൽ മാത്രമേ നമുക്ക് PR-ഉം സിറ്റിസൺഷിപ്പിലേക്കും പോകാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആളുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ പറ്റിക്കുന്നത് ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. പല ഏജൻസികളും ചെയ്തു വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു കമ്പനിയിൽ 1-2 വേക്കൻസീസ് ചിലപ്പം വരും. അപ്പോൾ ആ വേക്കൻസിക്ക് വേണ്ടിയായിരിക്കും ചിലപ്പോൾ ഇവർ 1000, 2000, 3000 പേരെ ഇൻ്റർവ്യൂ നടത്തുന്നത്. ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ഇവർക്ക് എന്ത് കിട്ടും? നോർമലി അവിടെ ഒരു പ്രോസസ്സിങ് ചാർജ് അല്ലെങ്കിൽ ഒരു സർവീസ് ഫീ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു എമൗണ്ട് വാങ്ങും. അതേപോലെ തന്നെ വിസ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ജോബ് ഓഫർ കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് വേറെ എമൗണ്ട് മേടിക്കും. ഈ പൈസ ചിലപ്പം പലരും തിരിച്ചു കൊടുത്തേക്കാം. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5, 6 മാസത്തേക്കൊക്കെ ഈ ഫണ്ട്, നിങ്ങളുടെ വിലയേറിയ പൈസ മറ്റൊരാളുടെ കയ്യിലാണ്. സോ ഈ ഏജൻസിയുടെ സൈഡിലുള്ള ആളുകൾക്ക് ഈ 6 മാസം ഈ ഫണ്ട് റോൾ ചെയ്യാം, അവർക്ക് അവരുടെ കാര്യങ്ങൾക്ക് നോക്കാം, പ്രോപ്പറായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് റിട്ടേൺ കിട്ടാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തിനാ പെട്ടെന്ന് ഈവൻ പൈസ തിരിച്ച് കിട്ടിയാൽ പോലും നമുക്കൊരു ജോബ് ഓഫർ കിട്ടുന്നില്ലെങ്കിൽ തിരിച്ച് നിങ്ങളെ ഫുൾ ഫണ്ടും റീഫണ്ട് ചെയ്യൂ എന്നൊക്കെ പറയുമ്പം അതിൽപ്പോലും ഇങ്ങനൊരു കാര്യമുണ്ട്. പോട്ടെ, ഇനി അതവിടെ നിൽക്കട്ടെ. പക്ഷേ പലയിടത്തുനിന്നും ഏജൻസി കൊടുക്കുന്ന പൈസ തിരിച്ച് കിട്ടാറുമില്ല. ഇനി അതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ജോബ് ഓഫറുകൾ തരുന്നത് പലതും ഫേക്കാണ്. ഈ ഫേക്കായിട്ടുള്ള ജോബ് ഓഫർ വെച്ചിട്ട് നമുക്കൊരു എംബസി പോയി നമുക്കൊരു വിസയ്ക്ക് വേണ്ടി പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് വിസ കിട്ടുമോ? ഇല്ല. അത് അവർക്ക് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവർ വെരിഫൈ ചെയ്യുമ്പം നോർമലി ആ വിസ അല്ലെങ്കിൽ ആ ജോബ് ഓഫർ ഫേക്ക് ആണെന്നുള്ളത് നമുക്ക് അന്നേരം മനസ്സിലാവും. അതോടെ ആ ഒരു പോയിന്റിൽ ഒരു വിസ റിജക്റ്റ് ചെയ്ത് കളയും. അതേപോലെ തന്നെ പല ഏജൻസികളും ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇപ്പോൾ യൂറോപ്പിലേക്കൊക്കെ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ITR ഫയൽ ചെയ്യേണ്ടതായിട്ടുള്ള ITR ഫയൽ ചെയ്തതിൻ്റെ ഫോംസും കാര്യങ്ങളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യണമെന്നുള്ളത്, അത് ഫേക്കായിട്ട് ജനറേറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊന്നും വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊന്നും നമുക്ക് ഫേക്ക് ചെയ്തുകൊണ്ട് ഇത് അങ്ങേയറ്റം എത്തിപ്പെടാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ITR ഫയൽ ചെയ്യുന്ന ആൾക്ക് അത് ജെനുവിൻ ആയിട്ടുള്ള അതിൻ്റെ ബാക്കി ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം 1 വർഷത്തെ നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഫോംസ് കിട്ടുന്നത്. അങ്ങനെ 3 വർഷത്തെ നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ IT ഫയൽ ചെയ്യുന്ന ഒരാൾക്ക് അതിൻ്റെ ജെനുവിൻ ആയിട്ടുള്ള ഇത് കാണിക്കാൻ പറ്റുള്ളൂ. സോ അത് നമ്മൾ മനസ്സിലാക്കി ആ രീതി ചെയ്യുക. ഇപ്പോൾ ഒരു ഏജൻസി നിങ്ങൾക്ക് അത് തരാം, ഞങ്ങൾക്ക് ഇന്ന സർട്ടിഫിക്കേഷൻ ഉണ്ട്, ഞങ്ങൾക്ക് ഇന്ന ലൈസൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വരുമ്പം പ്രോപ്പറായിട്ട് അവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവണം. നമ്മൾ ഇങ്ങനെ പോകുന്നതിനകത്ത് എന്ത് വർത്താണുള്ളതെന്ന്. സോ ഇത് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക. അല്ലാതെ ഇപ്പോൾ എങ്ങനെയെങ്കിലും നമുക്കവിടെ എത്തിപ്പെടാൻ വേണ്ടി ഒരു മാർഗം കാണിച്ചു തരൂ എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്, ഇപ്പോൾ ടീച്ചിങ് മേഖലയിലുള്ള ആളുകളാണെങ്കിൽ ഞാൻ അതേ ടീച്ചിങ് മേഖലയിൽ തന്നെ അവിടെ ജോലി ചെയ്യും, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഞാൻ നോക്കി കണ്ടുപിടിക്കും എന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മളത് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാവണം. അതില്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അത്രയും നാളത്തെ നമ്മുടെ എക്സ്പീരിയൻസ് വേസ്റ്റ് ആവും. അതുവരെ നമുക്ക് നേടിയെടുത്ത എല്ലാ സ്കിൽ സെറ്റ്സും നഷ്ടമാവും. നമ്മൾ ഇതുവരെ ചെയ്യാത്ത മറ്റൊരു ജോലിക്ക് വേണ്ടി പോകേണ്ടതായിട്ട് വരും. സോ അത് മനസ്സിലാക്കുക. അത് മറ്റൊരു ചോദ്യം എല്ലാവരുടെയും, അതായത് വിസിറ്റിംഗ് വിസയെ ചെന്നിട്ട് നമുക്ക് ജോബ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ജോബ് കണ്ടുപിടിക്കാമോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഈ വിസിറ്റിംഗ് വിസ എടുക്കാൻ വേണ്ടി പല ആളുകൾ ഏജൻസിയെ സമീപിച്ചിട്ട് അവർക്ക് 5-6 ലക്ഷം രൂപ കൊടുക്കും. നമുക്കറിയാം യൂറോപ്പിലേക്കുള്ള ഒരു വിസിറ്റിംഗ് വിസ എടുത്തു കഴിഞ്ഞാൽ നോർമലി എല്ലാ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട എല്ലാ കൺട്രീസിലും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. സോ ഈ വിസിറ്റിംഗ് വിസ എടുക്കാൻ വേണ്ടി നമുക്ക് വരുന്ന ചിലവൊരു അറൗണ്ട് ഒരു 50,000 അല്ലെങ്കിൽ 1 ലക്ഷം രൂപ, ആ ഒരു റേഞ്ചിൽ നമുക്കിത് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അത് ചെയ്യാൻ വേണ്ടി ഏജൻസിക്ക് എന്തിന് 5-6 ലക്ഷം രൂപ കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അത് നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു പ്രോസസ്സാണ്, നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. സോ വിസിറ്റിംഗ് വിസ എടുക്കുക, പോവുക, ജോബ് നോക്കുക എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള പ്ലാനൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിനകത്ത് ജോബ് കിട്ടുമോ എന്നുള്ളതൊന്നും നമുക്ക് ഉറപ്പില്ല. വിസിറ്റിംഗ് വിസ ചെന്ന് നമുക്ക് ആ ഒരു പറഞ്ഞ ടൈം ഫ്രെയിമിനുള്ളിൽ നമുക്കൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല.
പിന്നെ അങ്ങനെ കിട്ടുമെന്ന് ഉറച്ച വിശ്വാസം, അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസ എടുത്ത് പോകാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് അങ്ങനെ തന്നെ ചെയ്തുകൂടെ? എന്തിനാ ഒരു ഏജൻസിക്ക് നമ്മൾ 5-6 ലക്ഷം രൂപ കൊടുത്തൊരു വിസിറ്റിംഗ് വിസയ്ക്ക് വേണ്ടി? അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു കേസല്ലേ ശരിക്കും. സോ ഇങ്ങനെയുള്ള ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമ്മളെ ഒരു ഏജൻസിക്ക് അല്ലെങ്കിൽ സ്കാമേഴ്സിന് പറ്റിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് മാറാൻ പറ്റും. സോ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി. ഇപ്പോൾ എൻ്റെ അടുത്താണെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ചോദിച്ചു വരുന്ന ആളുകൾക്ക് എനിക്ക് ജെനുവിനാണെന്ന് തോന്നുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതിന് പക്ഷേ എനിക്ക് ഷെയർ ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ അതിനകത്ത് ബാക്കി ഇൻ്റർവ്യൂസും പ്രോസസ്സും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെ അവരവരുടെ സ്കിൽ സെറ്റ്സിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരാൾക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അവരുടെ ജോബ് എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ജോബ് പോസ്റ്റിംഗ് ആയിരിക്കാം ഞാൻ അവർക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇൻ്റർവ്യൂവറിന് ആ ഒരു റിക്വസ്റ്റ്, അതായത് ആ ജോബ് ആപ്ലിക്കേഷൻ വെച്ച് അത് അവർ ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ ജോബ് ഓഫർ തരും. ആ ജോബ് ഓഫർ തരുമ്പോൾ നമുക്കത് വെച്ചിട്ട് ബാക്കി വിസ പ്രോസസ്സിങ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ജോബ് പോസ്റ്റിംഗ് നിങ്ങൾ കണ്ടു, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ആ ജോബ് പോസ്റ്റിംഗ് ജെനുവിൻ ആണോ എന്ന് നോക്കണം. ഏജൻസികൾ തരുന്ന അല്ലെങ്കിൽ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്ന ജോബ് പോസ്റ്റിങ്സ് ഉണ്ട്. സോ അങ്ങനെ വരുന്നതിനകത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അവർ ചിലപ്പം ആ ഒരു പോസ്റ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ അവിടെ സെലക്ട് ആയി കഴിഞ്ഞാൽ അവർക്കൊരു എമൗണ്ട് കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും ഫീസസ് ആയിട്ട്. സോ അത് നമുക്ക് ജെനുവിൻ ആണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസും വളരെ കുറവാണ്. പക്ഷേ അതേസമയം നിങ്ങളതൊരു അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ആ കമ്പനിയുടെ ഫുള്ള് ഡീറ്റെയിൽസ് വായിച്ച് നോക്കണം. അതേപോലെ തന്നെ എല്ലാ ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ അവസ്ഥ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെ അണ്ടറിലും തന്നെ ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ട് കാണും, അവിടുത്തെ റിക്രൂട്ടറിനെ കോൺടാക്ട് ചെയ്യാനുള്ള മെയിൽ ഐ ഡി. അതിനകത്തേക്ക് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ ന്യൂസിലൻഡിലേക്ക് ജോബ് നോക്കുന്ന ആളുകൾക്ക് സീക്ക് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ടെന്നറിയാം. സോ ഈ വെബ്സൈറ്റിനകത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്ത് മോസ്റ്റ് പ്രോബബ്ലി അതിനകത്ത് ഒരു മെയിൽ ഐ ഡി കാണും, അവിടുത്തെ HR-ൻ്റെ അല്ലെങ്കിൽ റിക്രൂട്ടറുടെ. സോ ആ മെയിൽ ഐ ഡി നിങ്ങൾ വെരിഫൈ ചെയ്യുക. അതിനകത്ത് ഡൊമൈൻ നെയിം കറക്റ്റ് ആ കമ്പനിയുടെ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഏത് കൺട്രിയിലുള്ള കമ്പനിയാണോ അതനുസരിച്ചിട്ടുള്ള ഡൊമൈൻ നെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അവിടെ നിന്ന് വരുന്ന ഒരു ജോബ് ഓഫർ വെരിഫൈ ചെയ്യാൻ. ഇപ്പോൾ ഒരു ജോബ് ഓഫർ വരുമ്പം തന്നെ നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ജോബ് ഓഫർ വരുന്ന മെയിൽ ഐ ഡിക്കകത്ത് ആ മെയിൽ ഐ ഡി എടുത്ത് വായിച്ചു നോക്കുക. അതിനകത്ത് ആ റിക്രൂട്ടറുടെ പേര് അല്ലെങ്കിൽ HR അറ്റ് ആ കമ്പനിയുടെ നെയിം, ദെൻ അത് ഏത് കമ്പനിയിലാണ്. ഇപ്പോൾ ന്യൂസിലൻഡിലാണ് NEZ ആണ് അവരുടെ നോർമലി വരുന്നത്, .NEZ. ഇങ്ങനെയൊക്കെ അത് വെരിഫൈ ചെയ്ത് അത് ഉറപ്പ് വരുത്തിയ ശേഷം അതിനുശേഷം പല ലെയർ ഓഫ് വെരിഫിക്കേഷൻ നമുക്ക് വരും. പക്ഷേ ഇനീഷ്യലി തന്നെ നമുക്കിത് ചെയ്യണം. ഇത് ചെയ്യുമ്പോഴേ ഇത് ചുമ്മാ ഏതെങ്കിലും ഒരു ഡൊമൈൻ നെയിം ഏതെങ്കിലും ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും അങ്ങനെയുള്ള ഡൊമൈൻ നെയിം, അതേപോലെ തന്നെ ഒരു കമ്പനിയുടെ നെയിമുമായിട്ട് സാമ്യമുള്ള ചിലപ്പം ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ മിക്സ് ആയിരിക്കാം. സോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഫേക്കാണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ പുറകെ പോയി നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ പ്രൊഫഷൻ എന്താണ്, നമ്മൾ ഇത്രയും നാൾ കൊണ്ട് എന്ത് നേടിയെടുത്തു, അതിനെന്താണ് നമുക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ രീതിയിലാണ് എല്ലാവരും ജോബ് നോക്കേണ്ടത്. അല്ലാതെ എന്തെങ്കിലും ഒരു ജോബ് കിട്ടിയാൽ ഞാൻ അങ്ങോട്ട് പൊക്കോളാം, എന്നെ ഒന്ന് എങ്ങനെയും യൂറോപ്പിൽ എത്തിപ്പെടുത്തിയാൽ മതി, ഞാൻ ഇവിടെ നിന്നും അടുത്തു, ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലുമുള്ള എൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു, ഇങ്ങനെയൊന്നുമല്ല. നമ്മുടെ രാജ്യത്താണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എന്നിട്ടും പുറത്ത് പോകണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചെടുക്കണം. സോ ഇങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഓക്കെ, അത് നിങ്ങൾ വെരിഫൈ ചെയ്ത് നല്ല പ്രോപ്പറാണോ എന്ന് നോക്കി നമ്മുടെ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ച് നമ്മുടെ ജോബ്സ് എന്താണെന്ന് നോക്കി അതനുസരിച്ചിട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ തന്നെ ദുഃഖിക്കേണ്ടി വരും. നിങ്ങൾ നാട്ടിൽ നല്ലൊരു പ്രൊഫഷനിൽ ഇരുന്ന് നല്ലൊരു ജോബ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ അവിടെ ചെന്ന് സ്ട്രഗിൾ ചെയ്യുമ്പോൾ നാളെ ഇതേ നിങ്ങൾ തന്നെ മാറി ചിന്തിക്കും, ഞാൻ ഈ വന്നതിനകത്ത് എനിക്ക് എന്താണ്, അതുകൊണ്ട് ആത്യന്തികമായിട്ട് എന്ത് നേടാൻ സാധിച്ചു, എന്താണ് അതിനകത്ത് എനിക്ക് കിട്ടിയ ബെനിഫിറ്റ്. ഇങ്ങനെ നാളെ നിങ്ങൾ തന്നെ ചിന്തിച്ചു ഓരോ ദിവസവും തള്ളി നീക്കുമ്പം ഉണ്ടാകുന്ന വിഷമത്തേക്കാൾ എന്തുകൊണ്ടും നല്ലതല്ലേ. സോ അങ്ങനെ നോക്കി ആ രീതിയിൽ പോവുക. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഇപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു എങ്ങനെ നമുക്ക് എത്തിപ്പെടാം എന്നുള്ളത്. ഒന്ന് സ്റ്റുഡൻറ്റ് വിസ, ഈസി ആയിട്ട് ആർക്കും, അതായത് അത്യാവശ്യം ഒത്തിരി ഗ്യാപ്പൊന്നും വരാത്ത അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് പോയി പഠിക്കാനായിട്ടുള്ള വിസ എടുത്ത് പോയി കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് അത് കഴിഞ്ഞ് PGക്ക് ശേഷം അല്ലെങ്കിൽ നമ്മൾ എന്ത് കോഴ്സാണോ എടുക്കുന്നത് അതിന് ശേഷം നമുക്ക് സ്റ്റേ ബാക്ക് കിട്ടുമ്പോൾ അതനുസരിച്ച് നിന്ന് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നീങ്ങാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പം UK കുറച്ച് റെസ്ട്രിക്ഷൻസ് വന്നു, കാനഡയിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് വന്നു, ഓസ്ട്രേലിയയിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് വന്നു. അതിന് കൂടിക്കൂടി വരത്തേ ഉള്ളൂ, അത് കുറയുമല്ല. ഇനിയിപ്പം അവിടുത്തെ ഓൾറെഡി അവിടെ അത്യാവശ്യത്തിന് ആൾക്കാരായി, അതേപോലെ തന്നെ അവരുടെ മൈഗ്രേഷൻ ലെവൽ നിയന്ത്രിച്ചില്ലെങ്കിൽ അവരുടെ കൺട്രിയുടെ മുന്നോട്ടുള്ള പോക്കിനെ അത് ബാധിക്കും, ഇൻഫ്ലേഷൻ ഒത്തിരി അത് മോശമായിട്ട് ബാധിക്കുമെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർ തന്നെ അത് റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നോക്കി തുടങ്ങി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇനിയും കൂടുതൽ റൂൾസ് കടുപ്പിക്കാനേ പോവുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഈ നിലവിലത്തെ സിറ്റുവേഷനിൽ പോലും സ്റ്റുഡൻറ്റ് വിസ പോകുന്നതിന് ഏറ്റവും ഈസി. ഇനി അതല്ല, നിങ്ങൾക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്, 5-6 വർഷമൊക്കെ എക്സ്പീരിയൻസ് നാട്ടിലുണ്ട്, അത്യാവശ്യം നല്ലൊരു
ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ്, നിങ്ങൾ ചെയ്യുന്ന മേഖല ആ രാജ്യത്ത് പർട്ടിക്കുലർ രാജ്യത്ത് ഇപ്പോൾ നിങ്ങൾ അക്കൗണ്ട്സ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഈ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ഹെൽത്ത് കെയർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അതേപോലെ തന്നെ നിങ്ങൾ സ്കില്ലുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം വെൽഡറോ അല്ലെങ്കിൽ പ്ലംബറോ ഇങ്ങനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സ്കിൽസിലൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്ത് പോകാം. സോ അതിനുള്ള ജോബ് പോസ്റ്റിംഗ് തരുന്ന ഓരോ രാജ്യങ്ങൾക്കും ഓരോ വ്യത്യസ്തമായിട്ടുള്ള പോർട്ടൽസ് കാണും. സോ ആ പോർട്ടൽസിൽ പോയി ആ ജോബ്സ് നമ്മുടെ ഉണ്ടോയെന്ന് നോക്കി അതിന് സ്പോൺസർഷിപ്പ് ഉണ്ടോയെന്ന് നോക്കി അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ന്യൂസിലൻഡൊക്കെയാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ തന്നെ ഓൾറെഡി അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറച്ച് പഴയ വീഡിയോ ആണ്, നിങ്ങൾക്ക് വേണേൽ ചെക്ക് ചെയ്ത് നോക്കാം. അത് ഒരു 5-6 മാസം മുമ്പ് ചെയ്ത വീഡിയോ ആണ് ഐ തിങ്ക്. സോ അത് നിങ്ങൾക്ക് വേണേൽ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ URL നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം, നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസ നോക്കുമ്പോൾ ഇനിയിപ്പോൾ UK കാനഡയൊക്കെ ഉള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് മാത്രം ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് കൺട്രീസിലേക്ക് പോകുക. ഇപ്പോൾ ഒത്തിരി ഫീസൊന്നും കൊടുത്ത് പഠിക്കാനില്ല, ചെറിയ ഫീസൊക്കെ കൊടുത്ത് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ പല യൂറോപ്യൻ കൺട്രീസിലും നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. സോ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷന് അനുസരിച്ചുള്ള പോസ്റ്റ് സ്റ്റഡി എന്താണെന്നുള്ളത് നോക്കിയെടുക്കുക, അതനുസരിച്ചിട്ട് പഠിക്കാം. സോ ഇതൊക്കെയാണ് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ്. അല്ലാതെ എന്തെങ്കിലും പോയി ഞാൻ ജോബ് ചെയ്തോളാം എന്ന് പറയാതെ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി, നമ്മുടെ വില എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ അതിനു വേണ്ടി അപ്ലൈ ചെയ്യുക, അതിനകത്തേക്ക് പോവുക, നല്ല രീതിയിൽ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്തെടുക്കുക, നല്ലൊരു ജീവിതം, നല്ലൊരു ലൈഫ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതിന് വരെ ടേക്ക് കെയർ, ബൈ.